എന്തിനാണ് നിങ്ങൾ എന്നെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത്? എപ്പ ക്ലാസ്സിൽ വന്നാലും ഫുൾ ടൈം സംസാരവും കമന്റടി. ക്ലാസ്സിലെ ഏറ്റവും വലിയ ഉഴപ്പനാണ് ഇവൻ. ഒരു പേരന്റ് എന്നുള്ള നിലയ്ക്ക് ഇതേപ്പറ്റി എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അവൻ എപ്പോഴും ക്ലാസ്സിൽ കയറാറുണ്ടല്ലേ. ഗുഡ് ബോയ്. നിങ്ങൾ എന്ത് പേരന്റാ? എന്ത്? ഇവനെ പറ്റി കംപ്ലൈന്റ് പറയാനേ ഇവിടെയുള്ള അധ്യാപകർക്ക് മുഴുവൻ നേരമുള്ളൂ, അല്ല സാറ്? യെസ്, വെരി ബാഡ്. വളരെ മോശം. ഇവനൊക്കെ +2 വരെ എങ്ങനെ എത്തി എന്നുള്ളതാണ് എന്റെ ഡൗട്ട്. അത് തന്നെയാണ് എന്റെ ഡൗട്ട്. അതുകൊണ്ട് വരുന്ന ഫാമിലി കുടുംബ സംഗമത്തിനെ ഇവന് ഞങ്ങളൊന്ന് ആദരിക്കാൻ പോണേന്ന്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും വരണം. ഇവനൊരു കൊച്ചു ട്രോഫി കൊടുക്കാൻ സാറിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നെയോ? ഞാനോ? അത് ഇവന് കൊടുക്കാനോ? അതിന് എന്ത് യോഗ്യത അവനുള്ളത്? യോഗ്യത? സാറേ, എന്റെ അപ്പൻ സ്കൂളിലെ പടി പോലും കണ്ടിട്ടില്ല. എന്റെ അപ്പന്റെ അപ്പൻ സ്കൂളിൽ കേട്ടിട്ട് പോലുമില്ല. പിന്നെ ആ കൂട്ടത്തില് അല്പ വിദ്യാഭ്യാസമുള്ളത് എനിക്കാണ്. എത്ര പേര് പഠിച്ചു? അത് ശരി. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ. മിടുക്കനാണ് അവൻ, മിടുമിടുക്കൻ, ആഠാറ് മിടുക്കൻ അല്ലടാ. അപ്പൊ പിന്നെ ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. വിദ്യാഭ്യാസത്തിന്റെ വിലയേറിയാത്ത രക്ഷിതാക്കളുണ്ടെങ്കിൽ മക്കൾ ഇങ്ങനെ തന്നെയായിരിക്കും. അതെ, വിദ്യാഭ്യാസത്തിന്റെ വില നമുക്ക് ഉണ്ടാക്കാൻ നിൽക്കണ്ട. ആദ്യം വേണ്ടത് പ്രായോഗിക വിദ്യാഭ്യാസമാണ്. അത് ഞങ്ങൾക്ക് വേണ്ടോളം ഉണ്ട്, ഇവനും ഉണ്ട്. നിങ്ങളുടെ പ്രായോഗിക വിദ്യാഭ്യാസം കടലിൽ പോണതല്ലേ? ഇവന്റെ അപാര ബുദ്ധി വെച്ച് ഇവനും പറ്റിയ പണി അതാണ്. ഇവനെ ഇതിലും നല്ലത് മീൻ കച്ചവടത്തിന് വിടുന്നതാണ് മിസ്റ്റർ ഡേവിഡ്. ഒരുപാടങ്ങട് പൂച്ചിക്കല്ലേ സാറേ. കേരളം മൊത്തം വെള്ളത്തിൽ മുങ്ങിയപ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ പേടിച്ചു നിന്ന ആയിരക്കണക്കിന് ജനങ്ങളെ രക്ഷിച്ചത് നല്ല കരളുറപ്പുള്ള കടലിന്റെ മക്കളായ ഞങ്ങളാ. അല്ലാതെ ജെട്ടി പുറത്തിട്ട് കിടക്കണ സൂപ്പർമാൻ അല്ല, ഫിഷർമാൻ. ഓക്കെ സാറി. പ്രിയ, നീ വല്ല ജാടൊന്നും കാണിക്കണ്ട. നിനക്ക് എന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം ഞാനുണ്ട്. ആര് പറഞ്ഞു? എന്നോട് ഗാഥ പറഞ്ഞു. അതിന് ഞാനവളോടൊന്നും പറഞ്ഞില്ലല്ലോ. ഒന്നും പറഞ്ഞില്ലെന്നോ? ഞാനും ഗാഥയും തമ്മിൽ ലവാണെന്നുള്ള കാര്യം നീ അവിടെ ചെന്ന് ചോദിച്ചില്ലേ? ഞാനവളോടൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. അവള് പൂലോ കളിയാണ്. ആരടി കളി? നീയല്ലേ എന്നോടൊന്നും ചോദിച്ചു ഞാൻ ഇവന് തമ്മിൽ ഇഷ്ടത്തിലാണോന്ന്? രണ്ടിനെയും കൊണ്ടത് ശല്യമാണത്. എനിക്ക് കുറച്ച് മനസ്സിലാക്കി തരോ? ലൂസ് മോഷൻ ആയിരിക്കും. സോറി. മനസമ്മാനത്തിന് വേണ്ടി നീ ഇപ്പൊ ബോയ്സ് ടോയ്ലറ്റിലല്ലേ പോകാറ്? പൊടി മുപ്പിരി തളിച്ച് നീ പൊടി ചാളമേരി. പ്രിയ, ഇവനാണിങ്ങനെ വില കളയുന്നത് തോന്നുന്നേ.